ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിത് ഇങ്ങനെ വെറുതെ പുറത്ത് നോക്കിയിരിക്കുന്ന സമയത്താണ് നമ്മുടെ പൂച്ച നമ്മളോട് കളിക്കാനൊക്കെ നിന്ന് കേട്ടോ. നമ്മുടെ പൂച്ച ഒരു സ്നേഹിതനായതുകൊണ്ട് പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല. പൂച്ചേനായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അമ്മ ബാക്കിൽ നിന്നൊരു വിളി. അപ്പോൾ ഞാൻ നേരെ പോയി നോക്കിയപ്പോൾ ചോറും കറിയും എല്ലാം ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ. നേരെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. മീൻ കറിയും മീനും പിന്നെ എന്താ പറയുക എന്തൊക്കെയോ ഉണ്ട് ഗൈസ്. മീൻ കറിയൊക്കെ ഉണ്ട്, പിന്നെ കുറച്ച് പപ്പടവും പിന്നെ ഒരു പിടി ചോറും ഗൈസ്, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം പിന്നെ മീനുകളൊക്കെ സുഖമായിട്ടിരിക്കുകയാണ്. സുഖ സൗന്ദര്യമായിരിക്കുകയാണ്. പിന്നെ ഞാൻ അമ്മയും ഇങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ എടുത്തു. പിന്നെ എൻ്റെ ഉപ്പ പണിയിലാണ് ഗൈസ്. കണ്ട ഇത്രയും വലിയ പണി എന്ന് പറയണത് വെറുതെ ഒന്നുമില്ല, ജസ്റ്റ് പുറത്തിടും. പിന്നെ നമ്മുടെ പൂച്ചേനായിട്ട് ജസ്റ്റ് തല്ലുകൂട്ടും, അതൊക്കെയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ പിന്നെ അവൻ അകത്തോട്ട് വന്നതും പുറത്തോട്ട് വന്നതും ഇതൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ചെറിയൊരു തല്ലുകൂട്ടം. അതെങ്ങനെ വാതിലടയ്ക്കും, പിന്നെ അവൻ വാതിൽ തള്ളി ലോക്കാവില്ല കേസ്. അത് ചില സമയത്തുള്ള പ്രശ്നമാണ്, ലോക്കാവില്ല. പിന്നെ ഞാൻ കുറച്ച് കറിയും കുറച്ച് ഈ ഒരു സാധനം, ഈ സാധനത്തിൻ്റെ പേരെങ്കിൽ അറിയില്ല, എന്നാലും വിചാരിച്ചോ. പിന്നെ കുറച്ച് മീനും ഇതൊക്കെ ആണ് കൂട്ടി കേസ്. നല്ല ഉഷാറായിരുന്നു കേസ്. പുറത്തെണ്ണം പോയി അത് കുഴപ്പമൊന്നുമില്ല, ഞാൻ എടുത്തിട്ടുണ്ട്. കേസ് നല്ല ഉഷാറായിട്ടുള്ള കുറച്ച് മീനും പിന്നെ മീനാണ് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. മീൻ കാര്യമില്ല. പിന്നെ കുറച്ച് പപ്പടം ഞാൻ എടുക്കാണ്. പപ്പടം ഒന്നേ രണ്ടിൻ്റെ പകുതി കേസ്. ഞാൻ അത്രയും ഒരളവുണ്ട്, എനിക്ക് അളവ് ഞാൻ എടുക്കുള്ളൂ കേസ്. ഓക്കെ, പിന്നെ കുറച്ച് മീൻ കറി ഞാൻ ഇതിലേന്ന് എടുക്കുകയാണ് കേട്ടോ. കുറച്ച് മീൻ കറിയാണ്, കുറച്ച് പറഞ്ഞാൽ അമ്മാരി കുറച്ച് മീൻ കറിയും മീൻ കറി ഞാൻ ഇതിലെങ്ങനെ എടുത്തിട്ട് എന്താ സുഖം. നല്ലൊരു രസത്തിൽ ഞാൻ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. പിന്നെ അടുത്ത് മൂടി വയ്ക്കുകയാണ് ഗൈസ്. ഓക്കെ, പിന്നെ ഉഷാറാണ് ഗൈസ്. എല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു പിടിയാട് പിടിച്ചു ഗൈസ്. എൻ്റെ മോനെ സ്വർഗം കണ്ട് ഗൈസ്, എന്ത് രസമായിരുന്നു. ഓക്കെ, മീനും പപ്പടവും എല്ലാം കൂടി ആയിട്ട് അടിച്ച് ഗൈസ്. എൻ്റെ മോനെ സ്വർഗമായിരുന്നു. പിന്നെ അതൊക്കെ തിന്നു കഴിഞ്ഞത് വെറുതെ തിന്നു കഴിഞ്ഞത് ഇങ്ങനെ. പിന്നെ പൂച്ചക്കുള്ള ഫുഡിൻ്റെ കാര്യം ഞാൻ ആലോചിച്ചു ഗൈസ്. അപ്പോൾ പൂച്ചക്കുള്ള ഫുഡ് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് മീൻ കറിയും കുറച്ച് ചോറ് മാത്രം അതിന് മതി കേട്ടോ. മീനൊക്കെ തീർന്നു പോയി, അതുകൊണ്ടാണ്. അതുകൊണ്ട് പുറത്തോട്ട് പോയിട്ടുണ്ട്. പുറത്ത് പോയപ്പോൾ ആളെ കാണാനില്ല, ആളെ എവിടെയാണെന്ന് പോലും അറിയില്ല. പിന്നെ ഇങ്ങനെ പോയി. പിന്നെ അപ്പുറത്തോട്ട് നോക്കി അവൻ കണ്ടില്ല, ചിലപ്പോൾ പുറത്ത് പോയിക്കായിരിക്കും. ഓക്കെ, അപ്പോൾ പുറത്ത് പോയി വരട്ടെ എന്നാണ് ഞാൻ അവിടെ ഇട്ടു ഗൈസ്. ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കാണുന്നത് ഗൈസ്. നിങ്ങൾ കണ്ടോളൂ ഈ വീഡിയോയിൽ.